നമസ്കാരം. നിങ്ങളുടെ കഷ്ടകാലം മാറുന്നില്ലേ? എങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക്. നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ടുഭാഗം വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിലവിളക്കിൽ ഒരു തിരിയിട്ട് കത്തിക്കുന്നത് മഹാവ്യാധി പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. 2 തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ അത് ധാരാളം ധനവരവിന് സഹായകമാകും. 3 തിരിയിട്ട നാളം ആലസ്യത്തെ സൂചിപ്പിക്കുന്നു. 4 തിരിനാളം ഒരിക്കലും കത്തിക്കാൻ പാടില്ലാത്തതാണ്. അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ അത് സർവ്വ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിത്യവും 2 തിരിയിട്ട് കത്തിക്കുന്ന നാളമാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. ഈ 2 തിരികൾ കൈകൂപ്പുന്ന രീതിയിലായിരിക്കണം ഓരോ നാളവും ജ്വലിപ്പിക്കേണ്ടത്. നിത്യവും വിളക്കിലെ തിരികൾ മാറേണ്ടതാണ്. ഈ മാറുന്ന തിരികൾ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച ശേഷം സന്ധ്യസമയത്ത് കുന്തിരിക്കം പോലെയുള്ള ദ്രവ്യങ്ങൾ പുകയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയിട്ട് പുകയ്ക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ പുഴയിൽ ഒഴുക്കി കളയുക. ഇതിൽ 3ലും ഏതെങ്കിലും കാര്യം ചെയ്യുക. അലക്ഷ്യമായി മുറ്റത്ത് വലിച്ചെറിയാനോ കുപ്പയിടുമ്പോൾ അതിൻ്റെ കൂടെയിട്ട് കത്തിക്കാനോ പാടുള്ളതല്ല. വിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നെയ്യ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും തെറ്റില്ല. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിലെ കുറേ ദോഷ ദുരിതങ്ങളെല്ലാം വിട്ടുമാറുന്നതായിരിക്കും.